കഷ്ടായത്. എങ്ങോട്ട് പോയാലും അവന്റെ കുറെ ഫാൻ ഗേൾസ് എന്നെ നോക്കി ദഹിപ്പിക്കുക. ഇവനെന്തിനാ എന്റെ പിറകെ ഇങ്ങനെ നടക്കുന്നേ? ഇവൻ അതിൽ ആരെങ്കിലും ഒന്ന് നോക്കിയേ പോരെ. അല്ല, ഇങ്ങനെ അവന്റെ പിറകെ നടക്കാൻ വേണ്ടി എന്ത് കുന്താവനുള്ളേ? ഓ, എല്ലാം കൂടെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എല്ലാത്തിനും അവനെ കാരണം. ഇപ്പത്തെ വേറൊരു കുരിശും കൂടെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പോവാണെങ്കിൽ എല്ലായിടത്തിനും തട്ടിയിട്ട് ഞാൻ വല്ല കണ്ണൂർ സെൻട്രൽ ജയിലിലും പോയി കിടക്കും. അങ്ങനെയെങ്കിലും ഒരു മനസ്സമാധാനം കിട്ടട്ടെ. ഇവിടെ നിന്ന് എങ്ങോട്ട് പോയിട്ട് പോവാ? എന്തെങ്കിലും ആവട്ടെ, ഒന്ന് പോയി മുട്ടി നോക്കാം. ഹലോ മാഡം, ഹായ്. എങ്ങോട്ട് പോകുമായിരുന്നു? പരലോകത്തേക്ക്. എന്താ, വരുന്നോ? ഡാർലിംഗ്, നീ വിളിച്ച പരലോകത്തെന്നല്ല, എവിടെ വേണമെങ്കിലും ഞാൻ വരും. കുറച്ച് ക്രിഞ്ചല്ലേ, ബട്ട് ഇറ്റ്സ് ഓക്കേ. എന്നാ ഞാനൊരു സത്യം പറയട്ടെ, ഞാനേ നിന്നെ കാണാൻ വന്നു. എന്നെ കാണാനോ? ശരിക്കും? ശരിക്കും. ഇന്ന് വാ. ഞാൻ സ്വപ്നമൊന്നും അല്ലല്ലോ കാണുന്നേ. ദാ വന്നു. പിന്നെ കിസ് ചെയ്യാൻ വല്ലതുമാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം, കാരണം ഇവിടെ മുഴുവൻ സ്റ്റുഡൻസാ. ഓ, അപ്പൊ നിനക്ക് കിസ് വേണോ? അല്ല, അങ്ങനെയൊന്നുമില്ല, കിട്ടിയാ കൊള്ളാം. നിനക്ക് കിസ് വേണം അല്ലേ? ഞാനൊരു കാര്യം പറയാം, നിന്റെ രണ്ട് ചെവി തുറന്നു കേട്ടോ. നിന്റെ ഫാൻ ഗേൾസ് തന്നെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥ. മര്യാദയ്ക്ക് ഒന്നുകിൽ നീ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇന്ന് തൊട്ട് നീ എന്റെ പുറകെയുള്ള നടത്ത് നിർത്തിക്കോ. ഇനി നിന്നെയോ നിന്റെ ഫാൻ ഗേൾസിനെയോ എന്റെ പിറകെ കണ്ട, നിന്നെയും തട്ടും നിന്റെ ഫാൻ ഗേൾസിനെയും ഞാൻ തട്ടിക്കളയും. അവന് കിസ് വേണം പോലും. എന്റെ ദൈവമേ, ഇതിന് വല്ല ബൈപ്പോളാർ വല്ലതും ആണോ? എന്താ ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞതൊക്കെ കേട്ടായിരുന്നു. കേട്ടാ നിനക്ക് കൊള്ളാം. ഇപ്പൊ മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോയിരിക്കും. ചേച്ചി ക്ലാസ് ഉണ്ട്, പിന്നെ കാണാം. ശരിയെന്നാ. നീ ഇപ്പൊ എന്താ ചെയ്തേ? ഞാൻ എന്തിനു വേണ്ടിയാണോ നിന്റെ അടുത്തേക്ക് വന്നത് അത് ഞാൻ എടുത്തു, അത്രേ ഉള്ളൂ. സിമ്പിൾ. ഓ, ഇത്ര ധൈര്യം ഉണ്ടായിട്ട് നീ എനിക്ക് കിസ് ചെയ്തേ? ഓ മൈ ഗോഡ്, എന്റെ ഫസ്റ്റ് കിസ്. അതെന്റെ ഫസ്റ്റ് കിസ് ആയിരുന്നു. എന്റെ ഫസ്റ്റ് കിസ്സാ നീ എടുത്തേ. ഡോണ്ട് വറി, ഇനി നിന്റെ ഫസ്റ്റ് കിസ്സും ലാസ്റ്റ് കിസ്സും അതെനിക്കുള്ളതാ. വേറെ ആർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ അയാളെ കിസ് ചെയ്യുന്നത് എത്ര വലിയ തെറ്റാന്ന് നിനക്കറിയോ? ശരിയാ, കൺസെന്റ് ഇല്ലാതെ കിസ് ചെയ്യുന്നത് തെറ്റാ. അഥവാ ഞാനത് ചോദിച്ചാൽ നീ തരും. ഇനി അതിന് ഉത്തരം യെസ് ആണെങ്കിൽ ഞാൻ നിന്നോട് അതൊന്നുകൂടെ ചോദിക്കാം. ക്യാൻ ഐ കിസ് യു? ഇനി എങ്ങാനും നീ എന്റെ അടുത്ത് വന്ന ഇതായിരിക്കില്ല, ഇതിന്റെ ഇരട്ടിയായിരിക്കും കിട്ടാൻ പോകുന്നത്. നീ എന്താ നട്സ് പോയ അണ്ണാനെ കണക്കിരിക്കുന്നത്? അന്നമോ, ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. എന്തിലും തീരുമാനം എടുക്കുന്ന കാര്യം നീ പറയുന്നേ? വേറെ ആര്? നമ്മുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന രണ്ടുപേരുണ്ടല്ലോ, അവരെ തന്നെയാ. ഓ, യു മീൻ ക്രിസ്റ്റി ആൻഡ് ആൽവിൻ? നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റും. ഹോബി വെച്ച് നമ്മൾ ഉണ്ടാക്കിയ പ്ലാൻ 8 നില പൊട്ടിയിട്ടുണ്ട്. ആ ക്രിസ്റ്റി അവനാണെങ്കിൽ നമുക്ക് ലിമിറ്റ് വരെ ക്രോസ് ചെയ്തു. ഇന്നിങ്ങനെ, നാളെ എങ്ങനെയായിരിക്കും അമ്മേ ചിന്തിക്കാൻ പോലും വയ്യ. അവൻ ബാക്കി ലിമിറ്റോടെ ക്രോസ് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും ചെയ്തേ പറ്റും. ലിമിറ്റ് ക്രോസ് ചെയ്തെന്നോ? അമി, നീ എന്തൊക്കെയാ പറയുന്നേ? സത്യം പറ, എന്തെങ്കിലും അരുതാത്തത്? നീ ഒന്നും മിണ്ടാണ്ടിരിക്കുവല്ല. മനുഷ്യന്റെ സ്വസ്ഥത കളയാനായിട്ട് ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. നീ ആദ്യം എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കും. ഞാൻ തിങ്ക് ചെയ്തിട്ട് ഇനി ഒരൊറ്റ വഴിയെ കാണുന്നുള്ളൂ. നമുക്ക് എല്ലാ പ്രിയ ചേച്ചിയോട് പറഞ്ഞാലോ? പ്രിയ ചേച്ചിയോടോ? നിനക്ക് വട്ടാണോ? നിനക്ക് അറിയാവുന്നല്ലേ ചേച്ചിയുടെ എടുത്തുചാട്ടമൊക്കെ? ഇതുപോലെ പറഞ്ഞാൽ ഒരു ഭൂമി കുലുക്കം തന്നെ ഉണ്ടാവും. എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് കണ്ണു അടച്ച് നമുക്കിതെല്ലാം ചേച്ചിയോട് തന്നെ പറയാം.
എന്നിട്ട് നിങ്ങൾ ഇത് ഇപ്പോഴാണോ എന്നോട് പറയുന്നത്? അത് പിന്നെ പ്രിയേശി ഞങ്ങള് ഇനി ഒന്നും പറയണ്ട. അവരുടെ അഡ്രസ് എന്താന്നാ പറഞ്ഞ? ക്രിസ്റ്റിയുടെ അഡ്രസ്സേ കിട്ടിയുള്ളൂ. പക്ഷെ സാരമില്ല, ആൽവിൻ ഏത് നേരം ക്രിസ്റ്റിയുടെ വീട്ടില. മതി, ധാരാളം മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഫോളോ മീ. ആമി, ഇതിപ്പോ കൊളാവോ? മിണ്ടരുത്. നീയല്ലേ എല്ലാം പ്രിയേച്ചിയോട് പറയാൻ പറഞ്ഞേ. ഇനിയിപ്പോ എന്ത് വന്നാലും അതപ്പ നോക്കാം. നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ? നിങ്ങൾ തൽക്കാലം കാർ തന്നെ ഇരിക്കെ, ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതി. ഓക്കെ. ആരാ? നിന്റെ കാലം മാറി നിൽക്കണം അങ്ങോട്ട്. ഈ വീട്ടില് വേറെ ആരുമില്ലേ? എല്ലാവരെയും വിളിക്കും. എനിക്ക് എല്ലാവരെയും കാണണം. ഹലോ ഹലോ, എങ്ങോട്ടേക്ക് പോകുന്നേ? ഇവിടെ ഒരുത്ത പനപോലെ നിൽക്കുന്ന കണ്ടില്ലേ? ഇതാ കൊച്ചേർക്ക, എനിക്ക് നിന്നോടല്ല സംസാരിക്കേണ്ടേ. ഇവിടെ തലമൂത്ത ആരുമില്ലേ? ഇവിടെ ഇപ്പോ തലമൂത്തത് ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആന്റി എന്താ പറയാൻ വന്നെന്ന് വെച്ചാ അങ്ങ് പറഞ്ഞു. യു കോൾ മീ ആന്റി? നിനക്ക് എന്നെ കണ്ടിട്ട് ആന്റിയെ പോലെ തോന്നിയോ? നിനക്ക് എവിടോ ധൈര്യം இருந்தா നീ എന്നെ ആന്റി എന്ന് വിളിക്കും. നിന്നെ രാവിലെ തന്നെ എന്തൊരു അപശബ്ദം. എന്റെ പൊന്നാൽവിനെ, നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉറങ്ങുമ്പോ നിന്റെ കാളരാഗം കൊണ്ട് വരരുതെന്ന്. അല്ല, ഇതാരാടാ? നീ ഇപ്പൊ ഒരു കാളരാഗത്തെ പറ്റി പറഞ്ഞില്ലേ, അതിന്റെ ഉടമയോ എനിക്കെന്ന്? ഓഹോ, അപ്പൊ നിങ്ങളാണല്ലേ രാവിലെ തന്നെ എന്റെ ഉറക്കം നശിപ്പിച്ചേ? രാവിലെ തന്നെ എല്ലാ മാരണവും കൂടെ എന്റെ വീട്ടിലേക്ക് ഇങ്ങനെ കെട്ടിയെടുക്കുന്നേ. എടാ സ്റ്റീവേ, നീ ഇപ്പൊ ഈ പറഞ്ഞ മാരണത്തിലൊന്നും നീ എന്നെയാ ഉദ്ദേശിച്ചെന്ന് എനിക്ക് നല്ല മനസ്സിലാവുന്നുണ്ട്. അതിന്റെ ഇടയില് നീ ഒന്നും മിണ്ടാണ്ടിരിക്കടാർക്ക. അതെ, നിങ്ങൾക്ക് എന്താണ് എന്റെ വീട്ടിൽ കാര്യം? എനിക്ക് പറയാനുള്ളത് നിങ്ങളെ പോലെ കൊച്ചു ചെറുക്കന്മാരോടല്ല, ഇവിടെയുള്ള തലമൂത്ത ആളെ വിളിക്കും. എനിക്ക് അവരോടാ സംസാരിക്കാനുള്ളത്. കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാം. ഇതിപ്പോ കുറെ നേരായല്ലോ തലമൂത്തത് എന്ന് പറഞ്ഞുകൊണ്ട്. അതെ ആന്റി, അല്ല ചേച്ചി, ഇവിടെ ഇപ്പൊ തലമൂത്തതായിട്ട് ഞാനും ഇവര് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ പോയി എന്റെ തല നരയ്ക്കാനായിട്ട് നീണ്ടായി ചെയ്തിട്ട് വരാം. അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത് പറയാൻ പറ്റൂ. ദേ, നിന്റെ ഈ കൂട്ടുകാരനോട് മിണ്ടാണ്ടിരിക്കാൻ പറ, അതേപോലെ പൊട്ടക്കിണറ്റിൽ ഞാൻ പിടിച്ച് തള്ളിയിടും. ഓ പിന്നെ, എന്റെ കയ്യിൽ നിന്ന് മാങ്ങ പറിക്കാൻ പോവല്ലേ? ചുമ്മാ പേടിപ്പിക്കാൻ നോക്കല്ലേ. അന്നാമോ, കുറെ നേരം ആയല്ലോ പ്രിയേച്ചി അകത്തേക്ക് പോയിട്ട്. ഇതുവരെ നമ്മളെ വിളിച്ചില്ലല്ലോ. നമുക്കൊന്ന് അകത്തോട്ട് പോയി നോക്കിയാലോ? ഓക്കെ. നീ ഇപ്പോഴാ മത്തങ്ങ തലയാ? മത്തങ്ങ തലി നിങ്ങളുടെ മറ്റവൻ. ഓഹോ, എന്റെ മറ്റവനെ പറയൂല്ലേ നീ? ഒന്ന് നിർത്തുന്നുണ്ടോ? ആമി, ഹായ് എന്നമ്മ. ചേച്ചി എന്തൊക്കെയാ കാണിക്കുന്നേ? ചേച്ചിയോ? അപ്പോ നിങ്ങൾക്ക് ഇവരെ അറിയോ? ഇത് ഞങ്ങളുടെ ചേച്ചിയാ. സബാഷ്, വാവ്, ചേച്ചിയല്ലേ? ഇനി നിങ്ങളുടെ കുടുംബത്തിൽ വേറെയും ഇതുപോലെ ചേച്ചിയുണ്ടോ? ഇല്ല, എനിക്ക് ശേഷം പിന്നെ വംശനാശം സംഭവിച്ചു. നന്നായി. എന്ത്? ഏയ് ഒന്നുമില്ല, കഷ്ടായി പോയി എന്ന് പറയുമായിരുന്നു. ദേ, ഞാനൊരു കാര്യം പറയാം. ഇനി മേല എന്റെ അനിയത്തിമാരുടെ പിറകെ നിങ്ങളെ രണ്ടുപേരും കണ്ടുപോകരുത്. ഇനിയെങ്ങാനും അങ്ങനെ കണ്ട ഈ പ്രിയയുടെ യഥാർത്ഥ മുഖം നിങ്ങൾ രണ്ടുപേരും കാണും. മനസ്സിലായോ? വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? അയ്യോ ഏട്ട്, മാത്യു. പ്രിയ, എടാ ഇവർക്ക് പരസ്പരം അറിയോ? എനിക്കറിയില്ല. പ്രിയ, നീ എന്താ ഇവിടെ? മാത്യു എന്താ ഇവിടെ? പ്രിയ, ഇതെന്റെ വീടാ. നിന്റെ വീടോ? അപ്പോ ഇവരൊക്കെ? ഇതെന്റെ ബ്രദേഴ്സാ, സ്റ്റീവും ആൽവിനും. ഓഹോ, അപ്പൊ കുടുംബത്തോടെ ഇറങ്ങിയേക്കല്ലേ? വാട്ട്? പ്രിയ, നീ എന്തൊക്കെയാ പറയുന്നേ? അതെങ്ങനെയാ? മൊത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. നിങ്ങളെ കണ്ടല്ലേ ഇവരും പഠിക്കുന്നേ. പ്രിയ, ഞാൻ എന്ത് ചെയ്തിട്ടാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മിണ്ടി പോരുത് നീ. നീ എന്നോട് ചെയ്തത് ഞാൻ മറന്നിട്ടില്ല, ഒരിക്കലും മറക്കത്തുമില്ല.
അന്ന് തീരുമാനിച്ചതാ നിന്നെ ഇനി ഒരിക്കലും കാണരുതെന്ന്. പക്ഷെ ഇത് നിന്റെ വീടാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നേ ഞാൻ ഇങ്ങോട്ട് വരത്തുമില്ലായിരുന്നു. ഇനിയിപ്പോ അറിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. ആമി, അന്ന, വാ നമുക്ക് പോവാം. പ്രിയ പ്ലീസ് പോവല്ലേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? പ്രിയേച്ചി, ഇതാരാ? ചേച്ചിക്ക് എങ്ങനെ ഇയാളെ അറിയാം? അതിനിപ്പോ ഇവിടെ പ്രസക്തിയില്ല. വാ നമുക്ക് പോവാം. പോകാൻ വരട്ടെ, അതിനിവിടെ പ്രസക്തി ഉണ്ട്. ഏട്ടൻ എങ്ങനെ ഇവരെ അറിയാം? അത് പിന്നെ ഞാനും പ്രിയയും. വേണ്ട, ഞാൻ പറയാം. ഈ നിൽക്കുന്ന മനുഷ്യനും ഞാനും കോളേജ് കാലം തൊട്ടേ പ്രണയത്തിലായിരുന്നു. അന്നിനെ കണ്ണും കൈയും കാട്ടി കറക്കിയെടുത്തതാ. അതിലാണ് ഞാൻ വീണു പോവുകയും ചെയ്തു. ഇയാളുടെ സ്നേഹപ്രകടനം കണ്ടപ്പോ ഞാൻ കരുതി അതിലെന്തൊക്കെയോ സത്യം ഉണ്ടെന്ന്. പക്ഷെ എല്ലാം നുണയായിരുന്നു. ഇയാൾക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല. പ്രിയേ, അങ്ങനെ മാത്രം നീ പറയരുത്. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഞാൻ നിന്നെയാ. ഉണ്ട്, എനിക്കറിയാം. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമൊന്നുമല്ല. നിങ്ങൾക്ക് വേറെ പല കാമുകിമാരും കാണും. അതുകൊണ്ടല്ലേ എനിക്കൊട്ടും വില തരാത്ത. ഒരു മിനിറ്റ്, നിങ്ങൾ അപ്പൊ കോളേജ് തൊട്ടേ പ്രണയത്തിലായിരുന്നു, എന്നിട്ടിപ്പോ നിങ്ങൾ പിരിഞ്ഞു. അതാണ് നിങ്ങളുടെ ഈ തല്ലുകൂടൽ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. പക്ഷെ എനിക്ക് അറിയേണ്ടത് അതല്ല, അല്ല ഞങ്ങൾക്ക് അറിയേണ്ടത് അതല്ല. നിങ്ങളിപ്പോ പിരിയാൻ കാരണം എന്താണ്? നിന്നോട് ആരാടാ പറഞ്ഞ ഞങ്ങൾ പിരിഞ്ഞു എന്ന്? ഞങ്ങൾ പിരിഞ്ഞിട്ടൊന്നുമില്ല, അല്ലേ പ്രിയേ? ആഹാ, പിരിഞ്ഞു. എനിക്കിനി നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ലെറ്റ്സ് ബ്രേക്കപ്പ്. എന്റെ പൊന്ന് പ്രേസി, ഇപ്പൊ നിങ്ങൾ ബ്രേക്കപ്പ് ആവാൻ മാത്രം എന്താ ഉണ്ടായേ? ദേ, ഇയാളോട് എന്നെ ചോദിക്കും. എന്റെ പൊന്നു പ്രിയേ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, നീ എന്നോട് ക്ഷമിക്ക്. ഞാൻ അന്നൊരു ദിവസം മാത്രമല്ലേ നിന്നെ കോംപ്ലിമെന്റ് ചെയ്യാൻ മറന്നുള്ളൂ. അതിന് മുന്നേയുള്ള എല്ലാ ദിവസവും ഞാൻ നിന്നെ കോംപ്ലിമെന്റ് ചെയ്തില്ലേ? മാത്രമല്ല അന്ന് നീ പിണങ്ങിയ ശേഷം അന്ന് തൊട്ടത് ഇന്ന് രാവിലെ വരെ നിന്നെ വേൾഡ് വൈഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞ് ഞാൻ കോംപ്ലിമെന്റ് ചെയ്തല്ലോ. എന്നിട്ടും എന്തിനാ നീ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? ശരിയാ, നിങ്ങൾ എല്ലാ ദിവസവും എന്നെ കോംപ്ലിമെന്റ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ അന്ന് നിങ്ങൾ എന്നോട് വേൾഡ് വൈഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞില്ല. അതും അത്രയും നന്നായിട്ട് ഞാൻ ഒരുങ്ങി വന്നിട്ട്. പ്രിയേ, നീ ഇങ്ങനെ കരയല്ലേ. നീ ഇങ്ങനെ കരഞ്ഞാ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. വേണ്ട, നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. ഐ ഹേറ്റ് യു. ബട്ട് ഐ ലവ് യു. അയ്യേ, അൺസഹിക്കബിൾ ക്രിഞ്ച്. ഇതേ നോക്കിയേ, നീ എനിക്ക് ലാസ്റ്റ് അയച്ച കത്ത. ഇത് ഞാൻ ഇപ്പോഴും ഒരു നിധി പോലെ കൊണ്ട് നടക്കുന്നുണ്ട്. ശരിക്കും ഞാൻ അന്നയച്ച കത്ത് നീ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ശരിക്കും. ഇതേ നോക്ക്, ഈ 2024 കത്തോ എങ്ങനെ സാധിക്കുന്നു? മാത്യു, നിനക്ക് എന്നോട് ഇത്രയൊക്കെ ഇഷ്ടമുണ്ടായിരുന്നോ? നീ എന്നെ കോംപ്ലിമെന്റ് ചെയ്യാത്തോണ്ടുള്ള ദേഷ്യത്തില ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയേ. അല്ലാതെ എനിക്ക് ഇഷ്ടമില്ലാത്തോണ്ടല്ല. ഐ എം സോറി. ഐ ലവ് യു മാത്യു. ഐ ലവ് യു സോ മച്ച്. സാരില്ല പ്രിയ, എനിക്ക് നിന്നെ അറിയാലോ, നിന്റെ ഈ കുട്ടിത്തരമൊക്കെ. നമുക്കിനി ഒന്നുകൂടെ നമ്മുടെ ലൈഫ് ആരംഭിക്കണ്ടേ? ഹലോ, എക്സ്ക്യൂസ് മീ, ഞങ്ങള് 4 പേര് ഇവിടെ നിൽപ്പുണ്ട്. ഒന്ന് മൈൻഡ് ചെയ്താ കൊള്ളാം. പ്രിയേച്ചി, നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അല്ല, നമ്മൾ എന്തിനാ ഇവിടെ വന്നേ? മാങ്ങ പറിക്കാൻ. ചേച്ചി, ആ നിൽക്കുന്ന അവരോട് നമ്മൾ സംസാരിക്കാനല്ലേ വന്നേ? എടാ, അവര് പറയുന്നത് നമ്മളെയാ. ഇപ്പൊ എന്ത് ചെയ്യും? എടാ ആൽവിനെ, ഇത്രയും നേരം ഈ പ്രിയേച്ചിയെ വിളിച്ച് കുപ്പിയിലാക്കാനുള്ള പ്ലാൻ നമുക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. പ്രിയേച്ചിയുടെ എക്സാക്ട് വീക്ക്നെസ് എന്താണെന്ന് നമുക്ക് പറയാം. സോ പ്രിയേച്ചിയെ നമ്മുടെ പോക്കറ്റിലാക്കാനുള്ള പ്ലാൻ വളരെ എളുപ്പം. ഇറ്റ്സ് ഈസി പീസി ലെമൺ സ്ക്യൂസി. എന്താ പ്രശ്നം? നിങ്ങൾ ആരെ പറ്റിയാ പറയുന്നേ? മാത്യു, നിനക്കറിയോ, നിന്റെ ഈ നിൽക്കുന്ന 2 പുന്നാര അനിയന്മാരില്ലേ, ഇവർ 2 പേരും കോളേജിലെ നമ്പർ 1 പൂവാലന്മാരാ. എന്റെ ഈ 2 അനിയത്തിമാരെ വഴി നടക്കാൻ സമ്മതിക്കില്ല കോളേജില്. പ്രിയേച്ചി, അങ്ങനെ പറയരുത്. ശരിയാ, നമ്മൾ ഇവരുടെ പിറകെ നടന്നു. പക്ഷെ ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. ചേച്ചിക്കുള്ള സൗന്ദര്യത്തിന്റെ 7 അയലത്ത് ഈ 2 പേരും വരില്ല. എന്നിട്ടും ഞങ്ങൾ 2 പേരും പൊന്നുപോലെ ഇവരുടെ പിറകെ നടക്കുന്നത്. പക്ഷെ ഇവര് ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാ ഞങ്ങളുടെയൊക്കെ ഒരു സൗന്ദര്യം വെച്ച് ചേച്ചിയെ പോലെ ഒരു വേൾഡ് വൈഡ് ബ്യൂട്ടിയുടെ പിറകെ ഞങ്ങൾ നടക്കേണ്ടത്. എന്നിട്ടും ഞങ്ങൾ ഇവരുടെ പിറകെ നടന്നു. മാത്രമല്ല, ഞങ്ങൾ ഇവരുടെ പിറകെയല്ലേ നടക്കുന്നേ, ഒപ്പം നടന്ന് ശല്യം ചെയ്യുന്നില്ലല്ലോ. ഇനി ചേച്ചി പറ, ഞങ്ങൾ ചെയ്തതിൽ എന്താണ് തെറ്റ്? ആൽവിനെ, നീ എന്താ മിണ്ടാതെ നിൽക്കുന്നേ? ഞാൻ പറഞ്ഞേക്ക് ശരിയല്ലേ? ആഹാ, ശരിയാ. എന്ത് ഭംഗിയാ ചേച്ചി കാണാൻ. എന്റെ ഏട്ടന്റെ ഒരു ഭാഗ്യം. ഇങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യല്ലേ. എനിക്കറിയാം ഞാനൊരു വേൾഡ് വൈഡ് ബ്യൂട്ടിയൊക്കെ ആണെന്ന്. എങ്കിലും നിങ്ങളെ വായിന്നൊക്കെ ഇത് കേൾക്കുമ്പോ ഒരു ചമ്പൽ. എന്നാലും നിങ്ങൾ ഇത്രയും പാവണമെന്ന് ഞാൻ അറിഞ്ഞില്ല. സോറി കേട്ടോ, നേരത്തെ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയതിന്. ഒന്ന് മനസ്സിൽ വെക്കല്ലേ. ആൽവിനെ, ഞാൻ പറഞ്ഞില്ലേ, ഏൽക്കുന്നുണ്ട്. പ്രിയേച്ചി,
ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? അല്ല പിള്ളേരെ, നിങ്ങൾ അവരുടെ മുഖത്തേക്ക് നോക്കിയേ, എന്ത് കുഴപ്പം അവർക്കുള്ളേ? എന്റെ മാത്യുവിടെ അത്ര ഇല്ലെങ്കിലും അത്യാവശ്യ സൗന്ദര്യമൊക്കെ അവർക്കുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? ഇവരുടെ ശല്യം ഒഴിവാക്കി തരാന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ ഇവരെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുവാണോ? മതി, നിർത്ത്. ക്രിസ്റ്റി, ആൽവിൻ, ആമിക്കും അന്നയ്ക്കും നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ ഇനി മുതൽ നിങ്ങൾ അവരുടെ പിറകെ നടക്കാൻ പാടില്ല. മനസ്സിലായോ? അതേട്ടാ, ഞങ്ങള് വേണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഇന്ന് മുതൽ ഇവരെ രണ്ടുപേരെ നിങ്ങൾ ശല്യപ്പെടുത്താൻ പാടില്ല. കോളേജിലാണെങ്കിലും പുറത്ത് വെച്ചാണെങ്കിലും ഇവരെ നിങ്ങൾ കാണാനും പാടില്ല. മനസ്സിലായല്ലോ? പിന്നെ ആമി, അന്ന, നിങ്ങൾ ഇനി വിഷമിക്കണ്ട. ഇനി ഒരിക്കലും നിങ്ങളുടെ പിറകെ ഇവർ രണ്ടുപേരും വരില്ല. ഇത് എന്റെ വാക്കാ. അതുപോലെ എന്റെ വാക്ക് എന്തായാലും ഇവർ രണ്ടുപേരും തെറ്റിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സോ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ക്രിസ്റ്റി, ആൽവിൻ, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ, എന്റെ വാക്ക് തെറ്റിക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ? ഇല്ല ഏട്ടാ, ഞങ്ങൾ എന്തെങ്കിലും ഏട്ടന്റെ വാക്ക് തെറ്റിച്ചിട്ടുണ്ടോ? പിന്നെ ആമി, ഐം സോറി. ഇനി ഒരിക്കലും ഞാൻ നിന്റെ പിറകെ വരില്ല, ഒരിക്കലും ശല്യപ്പെടുത്തുകയില്ല. ഞാൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐം സോറി. അന്ന, ഞാനും ഇനി നിന്റെ പിറകെ വരില്ല. ഐം റിയലി സോറി. ഞങ്ങൾ മനസ്സിലാക്കണമായിരുന്നു, ഈ ഇഷ്ടം എന്ന് പറയുന്നത് അങ്ങനെ പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. സോ ഞങ്ങൾ ഇനി നിങ്ങളുടെ പിറകെ വരില്ല. പരമാവധി നിങ്ങളെ കാണാതിരിക്കാനും ഞങ്ങൾ ശ്രമിച്ചോളാം. അപ്പോ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിച്ച സ്ഥിതിക്ക് നമുക്കെല്ലാവർക്കും ഇന്ന് ഫുഡ് ഇവിടെ നിന്നാക്കിയാലോ? ഇല്ല മാത്യു, നമുക്ക് വേറൊരു ദിവസം കൂടാ. ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. ശരി, സൂക്ഷിച്ചു പോയിട്ട് വാ, ഞാൻ വിളിക്കാം. ആമി, അന്ന, വാ, ഇറങ്ങാം. ആമി, നിന്നോട് പറഞ്ഞതല്ലേ എന്റെ പിറകെ. ഓ അരുൺ, അമ്മയില് സോറി, ഞാൻ വേറെ ആരും ഒന്ന് കരുതിയ. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ഞാൻ വന്നത് നിന്നെ മിസ് കരയ്ക്കുമായിരുന്നു. ഒന്ന് സ്റ്റാഫ് റൂം വരെ ചെല്ലാൻ പറഞ്ഞു. ആ, ഞാൻ ചെല്ലാം. എനിവേസ് താങ്ക്സ് അരുൺ വന്ന് പറഞ്ഞതിന്. ആമി, നീ ആരാന്ന് കരുതിയ അവനോട് ദേഷ്യപ്പെട്ടെ? ക്രിസ്റ്റിയാണെന്ന് കരുതിയ ഞാൻ ദേഷ്യപ്പെട്ടെ. എനിക്ക് തോന്നി, സത്യം പറഞ്ഞ ഈ സമയത്തൊക്കെ അവൻ നമ്മുടെ പിറകെ നടക്കേണ്ടതാ. പക്ഷേ ഇപ്പൊ ഈ സമയമായിട്ടും അവരെ കണ്ടില്ലല്ലോ. അതിനർത്ഥം അവരോട് അവരുടെ ഏട്ടൻ എന്താണോ പറഞ്ഞത് അത് അവരനുസരിക്കുന്നുണ്ടെന്നല്ലേ? ആയിരിക്കാം. വാ, നമുക്ക് ക്ലാസ്സിൽ പോവാം. ഇതിപ്പോ ഒരാഴ്ചയായില്ലേ? ഇത്രയും ദിവസമായിട്ടും അവരെന്തായിരിക്കും ക്ലാസ്സിൽ പോലും വരാത്തെ? ഇനി നമ്മളന്ന് അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കോ? എങ്കിലും അവർക്ക് കോളേജിൽ വരാലോ, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നല്ലേ നമ്മൾ പറഞ്ഞോളൂ. ആ, എനിക്കറിയില്ല. അല്ല, അവരിപ്പോ വന്നാലും ഇല്ലെങ്കിലും നമുക്കെന്താ, നമ്മുടെ ആവശ്യം ഇതായിരുന്നല്ലോ. അന്ന, നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല. അത് ചെറിയൊരു തലവേദന. സോ അപ്പൊ സ്റ്റീവ് ഒരാഴ്ചയായിട്ട് കോളേജിൽ വരാറില്ല. സ്റ്റീവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആൽവിനും എന്തായാലും ഇവിടെ വരാൻ പോകുന്നില്ല. ഇതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല ചാൻസ്. അതെ, ഇതുപോലെ നല്ലൊരു ചാൻസ് നമുക്കിനി കിട്ടാനേ പോണില്ല. സ്റ്റീവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണേലും ആമിയോട് ചെയ്യാം. ആരും ചോദിക്കാൻ പോണില്ലല്ലോ. അതുമാത്രമല്ല, ഒരാഴ്ചയോളം അവളെ കോളേജിൽ കാണാൻ വന്നില്ല. അതിനർത്ഥം അവൻ അവളോടുള്ള ഇൻട്രസ്റ്റ് പോയി കാണും. അതുകൊണ്ട് എനിക്കും ഇത് നല്ലൊരു ചാൻസാണ് സ്റ്റീവിനെ സ്വന്തമാക്കാൻ. ലെറ്റ്സ് സീ ഇപ്രാവശ്യം അവൾ എങ്ങനെയാ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നതെന്ന്. ആമി, ഐം സോറി. ഇനി ഒരിക്കലും ഞാൻ നിന്റെ പിറകെ വരില്ല, ഒരിക്കലും ശല്യപ്പെടുത്തുകയില്ല. ഞാൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐം സോറി. ഞാൻ എന്തിനാ ഇതിനെ പറ്റി ചിന്തിക്കുന്നേ? ആമി, കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്ലീപ്പ്, ഓക്കെ? பூக்கள் பூத்த காய்த்த சோலை
ആൽവിൻ, സോറി, മനഃപൂർവ്വമല്ല, ഞാൻ കണ്ടില്ല. ഇല്ല, അത് പോയോ? അന്ന, ഞാൻ നിന്നെ 2-3 ദിവസമായി ശ്രദ്ധിക്കുക. നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറ. എനിക്കൊരു വിഷമമില്ല. നിനക്ക് തോന്നിയോ? പിന്നെ ആമി, ഞാനിന്ന് ആൽവിനെ കണ്ടു. അവനിന്ന് കോളേജിൽ വന്നിരുന്നു. ആൽവിൻ കോളേജിൽ വന്നോ? ക്രിസ്റ്റി ഇല്ലാതെ എന്തിനാ അവൻ കോളേജിൽ വന്നേ? ആൽവിൻ ഇവിടെ അല്ലല്ലോ പഠിക്കുന്നേ. ക്രിസ്റ്റി ഇല്ലാതെ ആൽവിൻ എന്തായാലും കോളേജിൽ വരില്ല. പണ്ട് എന്നെ കാണാൻ വരുന്ന സമയത്ത് പോലും ക്രിസ്റ്റി ഉണ്ടെങ്കിലേ അവൻ കോളേജിൽ വരുമായിരുന്നുള്ളൂ. അതിനർത്ഥം ക്രിസ്റ്റി ഇന്ന് കോളേജിൽ വന്നിട്ടുണ്ട്. ക്രിസ്റ്റി ഇന്ന് കോളേജിൽ വന്നോ? വന്നു കാണുമെന്ന് എനിക്ക് തോന്നുന്നേ. അല്ല, എന്തു പറ്റി ആമി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ഞാനിപ്പോ വരാം. ഞാനൊന്ന് ലൈബ്രറി വരെ പോയിട്ട് വരട്ടെ. എന്താ? ഇതാരാ? നമ്മൾ കണ്ടിട്ട് കുറച്ച് നാളായില്ലേ? വഴിന്ന് മാറി നിക്ക്, എനിക്ക് പോണം. ഷേ, നമ്മൾ ഇപ്പോഴല്ലേ കണ്ടേ? ഇങ്ങനെ ധൃതി കാണിക്കില്ലേ? പെട്ടെന്നങ്ങ് പോയാ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചേക്ക് എങ്ങനെ ചെയ്യും? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നേ? ഞങ്ങൾ പലതും ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഉദ്ദേശിച്ചതൊന്നും ഇതുവരെ അങ്ങോട്ട് നടപ്പിലാക്കാൻ പറ്റിയില്ല. കാരണം നിന്റെ ബാല് പോലെ ക്രിസ്റ്റി ഉണ്ടായിരുന്നല്ലോ ഇത്രയും നാള്. പക്ഷെ ഇപ്പൊ കുറെ നാളായിട്ട് അവനില്ലല്ലോ. അതെന്തായാലും നന്നായി, ഞങ്ങൾക്ക് ലക്കായി. അതുകൊണ്ട് നീ ഇന്ന് ശരിക്കും പെട്ടു. ഇന്ന് എനിക്ക് കാണണം നീ എങ്ങനെയാ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നത്. ഹായ്, അവളെ നീ പിടിച്ചോണ്ട് വാ. ഇങ്ങോട്ട് വാടി. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? വിട്, എന്നെ വിടാൻ. അങ്ങനെ പറയരുത്, നമ്മളിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. വിട്, എന്റെ കയ്യിൽ നിന്ന് വിടാൻ. നീ ഇനി എത്ര കിടന്ന് ഒച്ച വെച്ചാലും നിന്നെ രക്ഷപ്പെടുത്താൻ ഇവിടെ ആരും വരാൻ പോകുന്നില്ല. വിട്. ശ്ശേ, മാറ്. ശ്ശേ, അവൾ ഓടിക്കളഞ്ഞു. അവളെ വിടരുത്, പോയി പിടിക്കേ. ആമി, 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 നിനക്കൊന്നുമില്ല. ദേ നോക്ക്, ഞാനിവിടെ ഉണ്ട്. കണ്ണു തുറക്ക്, കണ്ണ് തുറക്ക ആമി. ക്രിസ്റ്റി, അവര് ഇല്ല, അവരൊന്നും ചെയ്യില്ല. നീ കണ്ണ് തുറക്ക്, നീ കണ്ണ് തുറക്ക് പ്ലീസ്. ദേ, ഞാനാ പറയുന്നേ, അവരൊന്നും ചെയ്യില്ല. എടാ, ഇവിടെ എന്താ നടന്നേ? ആമിക്ക് എന്താ പറ്റിയേ? ആമി, ആമി, എന്താ പറ്റിയേ? എണീക്ക് ആമി, എണീക്ക്. ആൽവിൻ, അന്ന, നിങ്ങൾ എത്രയും പെട്ടെന്ന് ആമിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ആ, ഓക്കെ. അന്ന വാ. പക്ഷെ ക്രിസ്റ്റി, നീ വരുന്നില്ലേ? ഞാൻ വരും. അതിനു മുന്നേ എനിക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ വേഗം പോ. ആമി കണ്ണ് തുറക്കുമ്പോൾ ഐ വിൽ ബി ദേർ. അന്ന വാ. ഞാൻ നിങ്ങളെ വാൺ ചെയ്തതാ. ഹൗ ഡെയർ യു ടു ടച്ച് ഹർ. ക്രിസ്റ്റി, നീ എന്തായി കാണിക്കുന്നേ? മിണ്ടരുത് നീ. നിന്നെ പോലൊരു പെണ്ണല്ലേടി അവളും. നിനക്കാണ് ഈ അവസ്ഥ വന്നിരുന്നെങ്കിലോ? ഛേ, നീ ഒരു പെണ്ണാണോ? നിങ്ങൾക്ക് ഞാൻ അന്ന് വാണിങ്ങി തന്നതാ, പക്ഷെ നിങ്ങളത് കേട്ടില്ല. ഇനിയൊരു നിമിഷം പോലും നിങ്ങൾ ഈ കോളേജിൽ പഠിക്കില്ല. പഠിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതെന്റെ വാക്കാ.
ആൽവിൻ, ആമിയുടെ അവൾക്കിപ്പോ എങ്ങനെയുണ്ട്? ഷീസ് ഡൂയിങ് വെൽ. അവൾക്ക് ഒരു കുഴപ്പമില്ല. ഒരു സെഡേഷൻ കൊടുത്തതിനെ മയക്കത്തില്ല. ഞാൻ പോയി ഒന്ന് കാണട്ടെ. ഇടരാതെ ഞാൻ ആ കയ്യിൽ കൈ ചേർക്കവേ മയിൽ പീലി പാളും പോലെ നോക്കുന്നുവോ. എൻ്റെ ഏട്ടൻ്റെ വാക്കുപ്രകാരം നിന്നെ ഞാൻ കാണാതിരിക്കാൻ ശ്രമിച്ചു, നിന്നോട് സംസാരിക്കാതിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇനി എനിക്കതിന് വയ്യ. ഉള്ളിലുള്ള ഇഷ്ടം ഇങ്ങനെ അടക്കി പിടിച്ച് നിന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. നിനക്ക് എന്നോട് എന്തുമാത്രം വെറുപ്പാന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം. ഐ ലവ് യു ആമി. ഒരുപാട് ഇഷ്ടം എനിക്ക്. ഇത്രയും നാൾ നിന്നെ കാണാതിരുന്ന ദിവസമൊക്കെ ഞാൻ അനുഭവിച്ചൊരവസ്ഥയുണ്ട്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ എത്രത്തോളം അകന്നു നിൽക്കാൻ ശ്രമിച്ചാലും നിന്നിലെന്തോ എന്നെ അടുപ്പിച്ചുകൊണ്ടിരിക്കുക. എനിക്കിനിയും ഇങ്ങനെ അകന്നിരിക്കാൻ വയ്യ. എന്നെ ഇത്രയും ദിവസം കാണാതിരുന്നപ്പോൾ നിനക്കെന്നെ മിസ് ചെയ്തോ എന്നെനിക്ക് നിന്നോട് ചോദിക്കണമെന്നുണ്ട്. നിനക്കറിയോ ഇപ്പം നിന്നെ കാണാൻ എത്ര കാമാൻ കോയറ്റാന്ന്. ബട്ട് നീ ഇപ്പോൾ കണ്ണു തുറന്ന് ഞാൻ നിന്റെ അടുത്തിരിക്കുന്ന കണ്ട നീ എങ്ങനെയാ പെരുമാറാൻ പോകുന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നീ ദേഷ്യപ്പെടുമ്പോഴൊക്കെ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ബിക്കോസ് യു ആർ സോ ക്യൂട്ട് വെൻ യു ആർ ആംഗ്രി.